മുത്തുമണീസ് ഇന്നൊരു പെരുന്നാൾ വ്ളോഗാക്കിയാലോ, ഒരു സിമ്പിൾ തട്ടിക്കൂട്ട് പെരുന്നാൾ വ്ളോഗാക്കട്ടെ. അപ്പോഴേ നമ്മൾ പെരുന്നാളിൻ്റെ വ്ളോഗ് എടുക്കാനുള്ള ചുറ്റുപാടിലാണ്. തട്ടിക്കൂട്ട് വ്ളോഗാണ്. പെരുന്നാളിന് വിരുന്നേരും കാര്യങ്ങളൊന്നും വന്നപ്പോഴൊന്നും നമുക്ക് വ്ളോഗ് എടുക്കാനും ക്യാമറ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഉള്ള പോലെയൊക്കെ ഒന്ന് തട്ടിക്കൂട്ടൊരു പെരുന്നാൾ വ്ളോഗ് ഇട്ടതാണ്. അപ്പം എൻ്റെ തട്ടിക്കൂട്ട് പെരുന്നാൾ വ്ളോഗ് കാണാൻ വാ. എന്തൊക്കെയാണ് പെരുന്നാൾ വിശേഷങ്ങൾ? ഞങ്ങൾക്കൊക്കെ എങ്ങനെ പെരുന്നാൾ സന്തോഷമായിട്ട് പോയില്ലേ? പിന്നെ ഇവിടെയും പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഒന്നാം പെരുന്നാൾ കഴിഞ്ഞ് ഇപ്പം നോമ്പാണല്ലോ അല്ലേ? ഇതേ അപ്പം നമ്മുടെ പെരുന്നാൾ തലേന്നത്തെ മക്കളുടെ പടക്കം പൊട്ടിക്കലിൻ്റെ വീഡിയോ ആണ് കേട്ടോ. മക്കൾ പടക്കം അങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കണേ. ഒന്ന് പൊട്ടിക്കും പിന്നെയും പൊട്ടിക്കും അങ്ങനെ കുറച്ച് സമയം മക്കളെ പടക്കം പൊട്ടൊക്കെ കണ്ടിരുന്നു പെരുന്നാൾ തലേന്ന്. പെരുന്നാളിൻ്റെ രാത്രിയായി ഞാൻ ഇവിടെ കൂടുതൽ നിൽക്കില്ല കേട്ടോ. വീട്ടിൽ നിൽക്കില്ല. ഞാൻ ബാവാൻ്റെ അടുത്തൊക്കെ അല്ലെങ്കിൽ പുത്തമ്പറമ്പൊക്കെ പോവും. കുഞ്ഞിപ്പാടക്കം അല്ലെങ്കിൽ ബാവാൻ്റെ അടുത്തൊക്കെ പോവും. അപ്പോൾ അവിടെയാണ് കുട്ടികളൊക്കെ ഉണ്ടാവുക. അപ്പോൾ കുട്ടികളെ രസം കാണാൻ വേണ്ടിയിട്ട് രണ്ട് വീട്ടുകാരും അവിടേക്കോ ഇവിടേക്കോ എന്തായാലും പോകും. അപ്പോൾ ഇവിടെ പടക്കം പൊട്ടലും ഒരു കുട്ടികളെല്ലാം കൂടി പറഞ്ഞപ്പോൾ അങ്ങോട്ട് വന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സാധനം കുട്ടികൾക്ക് ഐസ്ക്രീമും സിപ്പപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജനതാ ബസാറിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ അമ്മോ സംഭവം അവർക്ക് അങ്ങോട്ട് കാല് കുത്താൻ സ്ഥലമില്ല. വണ്ടിക്കാരും ആൾക്കാരെ കൊണ്ട് ഞങ്ങൾ കടക്കാൻ ഗ്യാപ്പില്ല. ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് പിന്നെ ഒന്ന് എടുത്തതാണ്. ഉള്ള ട്രെയിനുള്ള ഫുള്ള് ജനതാ ബസാർ ഫുള്ള് അങ്ങോട്ട് കാലിയിക്കണം. ആൾക്കാരെ കൊണ്ട് തിക്കി തിരക്ക് യാതൊരു രക്ഷയില്ല. അപ്പം ഞാൻ വലിയപ്പടത്തിൻ്റെ പാക്കറ്റൊക്കെ എടുത്ത് പിന്നെ അതേ പെരുന്നാളായപ്പോൾ നമ്മളെ ഏപ്രിൽ ഫ്ലവർ നല്ലോണം പൂട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പൂവ് കണ്ടപ്പോൾ ഞാൻ ആ പൂവും കൂടി ഒന്ന് പെരുന്നാളിന് വീഡിയോ എടുത്താണ്. എപ്പോഴും ഈ ഫ്ലവർ കാണൂല. ഇത് ഏപ്രിൽ മാത്രം വരുന്ന ഫ്ലവറാണ്. നിങ്ങളെ വീട്ടിലൊക്കെ ഈ ഫ്ലവർ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണേ. എൻ്റെ വീട്ടിൽ എല്ലാ വർഷവും ഏപ്രിൽ ആ പൂവുണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ പെരുന്നാൾക്കൊക്കെയുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഇടാൻ അരച്ച് ചെരുപ്പും ഡ്രസ്സൊക്കെ എടുത്ത് റെഡിയാക്കി ഇടങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ ഇതാണ് നമ്മൾ പെരുന്നാൾക്കൊക്കെ ഒരുക്കി വെച്ചതാണ്. പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങും. അപ്പോൾ വിരുന്നേരൊക്കെ വന്ന് പിന്നെയാണ് ലാസ്റ്റാണ് നമ്മൾ പുറത്തിറങ്ങിയത് കേട്ടോ. അപ്പോൾ പെരുന്നാളിന് പുറത്തിറങ്ങലൊക്കെ കഴിഞ്ഞ് രാത്രി ഞാൻ തിരിച്ച് വരുമ്പോൾ താത്താൻ്റെ വീട്ടിൽ പോയി തിരിച്ച് വരുമ്പോണ്ട് ഓൻ്റെ അമ്മോ ശിവകാശി പടക്കക്കടയും പിന്നെ ഇപ്പുറത്ത് ചിക്ബക്കും ആളുകൾ ആ പാതിര നേരത്ത് തിങ്ങി നിറഞ്ഞ് അവിടെ വരി നിൽക്കുകയാണ് പടക്കത്തിനും ബ്രോസ്റ്റിനും. എൻ്റെ അമ്മോ ഏത് ടൈമിലും അവിടെ ഒരു ഒഴിവില്ല. അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ പെരുന്നാൾ വ്ളോഗ് പ്രത്യേകിച്ചൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പം എല്ലാവർക്കും പെരുന്നാൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടുള്ളതൊക്കെ ഉൾക്കൊള്ളിച്ചൊരു കുഞ്ഞു പെരുന്നാൾ വ്ളോഗ് ഇട്ടതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.